ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭ സമരങ്ങൾ ആസൂത്രണം ചെയ്ത് അതിൻ്റെ റാലിയും സംഗമവും ഇന്നലെ നടക്കുകയുണ്ടായി. ഈ സമരം ആരംഭിക്കാനുള്ള സാഹചര്യത്തെ പറ്റിയും അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നിലപാടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെയും തൊഴിലാളികളെയും ബോധവൽക്കരിച്ച് മുന്നോട്ട് പോവുക, അതോടൊപ്പം അവകാശങ്ങൾ ശക്തമായ പോരാട്ടം നടത്തി നേടിയെടുക്കുക എന്നുള്ളതാണ് സംഘടനയുടെ ലക്ഷ്യം. ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ CITUവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് സിന്ധു നമ്മോടൊപ്പമുണ്ട്. സഖാവ് സംസാരിക്കും. നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ആശാ വർക്കർമാരെ അവരുടെ സേവന വേതന വ്യവസ്ഥകളെ കുറിച്ചിട്ടുള്ളതൊക്കെ വളരെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. ഇന്നലെ നമ്മൾ പ്രഖ്യാപിച്ച സമരവും അത് ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി യൂണിറ്റുകളുള്ള ഫെഡറേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആശാ വർക്കർമാരുടെ ഏറ്റവും വലിയ ഫെഡറേഷനാണ്. CITUവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ CITUവിൻ്റെതായും അതുപോലെ തന്നെ മറ്റ് തൊഴിലാളി സംഘടനകളോട് ചേർന്നും കഴിഞ്ഞ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരപരിപാടികൾ നടത്തുന്ന സംഘടനയാണ്. ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഈ നാഷണൽ ഹെൽത്ത് മിഷൻ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനായിട്ടാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇത് സ്ഥാപിച്ചത്. അത് അർബൻ വിഭാഗത്തെ കൂടെ ചേർത്തുകൊണ്ട് നാഷണൽ ഹെൽത്ത് മിഷനായി. ആ നാഷണൽ ഹെൽത്ത് മിഷൻ 20 വർഷം പൂർത്തീകരിച്ചു ഈ വർഷം. ഈ 20 വർഷം പൂർത്തീകരിച്ചപ്പോൾ അതിനുള്ള നേട്ടങ്ങൾ എന്താണ് എന്ന് ഗവൺമെൻറ് തന്നെ അതിൻ്റെ ഒരു മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് അതിൻ്റെ റിപ്പോർട്ടിൽ, പാർലമെൻ്ററി കമ്മിറ്റികളുടെ റിപ്പോർട്ടിലെല്ലാം ഉണ്ട്. ശിശു മാതൃ മരണ നിരക്കുകൾ കുറയ്ക്കാനും അതുപോലെ ജനങ്ങളുടെ പൊതുജനാരോഗ്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ചതാണ് ഈ സ്കീം. അപ്പോൾ അതിന് വളരെ വലിയ നേട്ടം കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ തന്നെ വിലയിരുത്തി. അപ്പോൾ ആ നേട്ടം കൈവരിച്ചതെല്ലാം ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന ആശാ വർക്കർമാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഈ 20 വർഷം കഴിയുമ്പോൾ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ എവിടെയാണെന്ന് പരിശോധിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്, ഇവിടെ മാധ്യമങ്ങളിലെല്ലാം ഓണറേറിയം എന്ന് പറയുന്നതും എന്നാൽ അത് ഓണറേറിയം അല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഗൈഡ് ലൈൻ പ്രകാരം ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാൻ പാടില്ല എന്നാണ് ഗൈഡ് ലൈന്. അത് ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് എന്ന മിനിമം ആയിട്ടുള്ള ചില നിശ്ചിത പ്രവൃത്തികൾക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള മിനിമം ഇൻസെൻറ്റീവ്, അത് 2000 രൂപ മാത്രമാണ്. അതിൽ തന്നെ 60% കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്. അത് ആ ഇൻസെൻറ്റീവ് അടക്കം വർദ്ധിപ്പിക്കാതെ, അതുപോലെ തന്നെ 2018 അതിന് മുമ്പ് 1000 രൂപയായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം 2000 രൂപയായിട്ട് 2018 ഉയർത്തിയത്. കോവിഡ് കാലത്ത് ഒരു റിസ്ക് അലവൻസ് എന്ന് ഞങ്ങൾ പറയുകയും അതേസമയം ഒരു പ്രോത്സാഹന രാശി എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്, അത് എന്നുള്ള രീതിയിൽ കൊടുക്കുകയുണ്ടായി. ഒരു 6 മാസം 1000 രൂപ. അതിനുശേഷം കോവിഡിൻ്റെ ഗൈഡ് ലൈനുകളും ക്വാറൻറ്റൈനും പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ ആ പണം പിൻവലിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളോളം നടത്തിയിട്ടുള്ള വിവിധ സമരങ്ങളുടെ ഫലമായിട്ട് കൊടുക്കേണ്ടതാണ് ഈ ആശാ വർക്കർമാരുടെ പ്രവർത്തനം. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ആശാ വർക്കർമാരുടെ പ്രവർത്തനം വളരെ നാടിന് വിലപ്പെട്ടതാണ് എന്നുള്ളൊരു പൊതു ധാരണയും പബ്ലിക് പ്രഷറും കൂടി മൂലം ഗവൺമെൻറ് അത് വർദ്ധിപ്പിക്കേണ്ടതാണ് എന്ന് പറയാൻ വേണ്ടി ആരംഭിച്ചു. അത് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ആശാ വർക്കർമാരെ ഒരു 250 ആശാ വർക്കർമാരെ അവിടെ പ്രത്യേക അതിഥികളായി ക്ഷണിക്കുകയാണ് അതിനകത്ത് ചെയ്തത്.
എന്നാൽ ഇവരുടെ വേതന വ്യവസ്ഥകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈവൻ കോവിഡ് കാലത്ത് മരിച്ച ആളുകളിൽ ഏതാണ്ട് ഒരു 100 കണക്കിന് ഏതാണ്ട് 100ഓളം വരുന്ന ആശാ വർക്കർമാരുടെ ഫാമിലിക്ക് ഇതുവരെ അതിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കോമ്പൻസേഷൻ 40 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇരട്ടത്താപ്പ് നിലനിൽക്കുകയും അതേസമയം കൊടുക്കേണ്ടതാണ് എന്നുള്ള പ്രഖ്യാപനങ്ങളും വിവിധ കമ്മിറ്റികളുടെ ശുപാർശകളും എല്ലാം വന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് അതിനുശേഷം കഴിഞ്ഞ 3ാം NDA ഗവൺമെൻറ് വന്നതിന് ശേഷവും വലിയ സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലും അഖിലേന്ത്യാ തലത്തിലും. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിട്ട് പണം വർദ്ധിപ്പിക്കേണ്ടതാണ് എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം പല ഭാഗങ്ങളിൽ നിന്നും BJPയുടെ നേതൃത്വത്തിൽ നിന്നും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരിൽ നിന്നുമൊക്കെ ഉണ്ടായി. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവിടെ ബജറ്റ് സമ്മേളനം പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനം നടക്കുന്ന സമയത്താണ് നമ്മുടെ ആശാ വർക്കേഴ്സ് ഫെസിലിറ്റേറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള പാർലമെൻറ്റ് മാർച്ചടക്കം നടന്നു. അന്ന് രാജ്യസഭയിലും ലോക്സഭയിലും ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അന്നത്തെ ഈ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി, അദ്ദേഹം BJPയുടെ പ്രസിഡൻറ്റും കൂടിയാണ്, അദ്ദേഹം പ്രഖ്യാപിച്ചു മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് 11-ാം തീയതിയാണ്, 11 മാർച്ചിനാണ് മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പിൻ്റെ ശുപാർശ പ്രകാരം ഇവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അന്ന് വന്നത്. മാർച്ച് 4-ാം തീയതിയാണ് മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ചേർന്നത്. എന്നാൽ അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം അത് എത്ര രൂപയാണ് എന്താണെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ MP-മാരോട് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി സംസാരിക്കാമെന്നാണ് മറുപടി പറഞ്ഞത്. അത് പ്രഖ്യാപനം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശാ വർക്കർമാർ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സംസ്ഥാന തലങ്ങളിലും അഖിലേന്ത്യാ തലത്തിലുമെല്ലാം സമരം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു കൾമിനേഷൻ എന്ന് തന്നെ പറയാം. ഈ ജൂലൈ 9-ൻ്റെ പണിമുടക്കിൽ ആശാ വർക്കർമാർ വളരെ വലിയ തോതിൽ അതിൽ പങ്കെടുക്കുകയും ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലടക്കം വൻതോതിൽ ആശാ വർക്കർമാർ പങ്കെടുക്കുകയും ഉണ്ടായി. ആ ഒരു സമ്മർദ്ദത്തിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ 22-ാം തീയതി ഇപ്പോൾ നടക്കുന്ന മൺസൂൺ സെഷനിൽ സഖാവ് ജോൺ ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ജൂലൈ 22-ാം തീയതി ഒരു ഉത്തരം എഴുതി നൽകി. അതിൽ ആണ് ഈ ആശാ വർക്കർമാർക്ക് മാർച്ച് 4-ന് ശേഷം 2000-ൽ നിന്ന് 3500 ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിവിധ ജോലികൾക്കായിട്ടുള്ള ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും എഴുതി നൽകിയ പ്രസ്താവനയാണ്. അത് സഹമന്ത്രിയായിട്ടുള്ള ജാദവ് അദ്ദേഹമാണ് അത് എഴുതി കൊടുത്തിരിക്കുന്നത്, നഡ്ഡയുടെ പേരിലല്ല ആ ഉത്തരം. അതേപോലെ തന്നെ അതിനുശേഷം മറ്റ് MP-മാർ NK പ്രേമചന്ദ്രൻ, അതുപോലെ തന്നെ റഹീം ഒക്കെ ഇതെല്ലാം ആ സ്റ്റാൻഡേർഡായിട്ടുള്ള ഉത്തരം അതിനുശേഷം 25-ാം തീയതി പ്രേമചന്ദ്രനും അതിനുശേഷം ഓഗസ്റ്റ് മാസം ആദ്യം റഹീമിനുമെല്ലാം അതേ ഉത്തരം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനു മുമ്പ് ഈ പണം വർദ്ധിപ്പിച്ചപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് 2018 വേതനം 1000-ൽ നിന്ന് 2000 ആക്കിയപ്പോൾ അംഗൻവാടി വർക്കർമാർക്കും ആശാ വർക്കർമാർക്കും നാട്ടിലുള്ള എല്ലാ അംഗൻവാടിക്കാരെയും ആശാ വർക്കർമാരെയും ഓൺലൈൻ മീറ്റിങ്ങിൽ TV-ക്ക് മുമ്പിലും അതുപോലെ ഓൺലൈനായിട്ടും ചേർത്തുകൊണ്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രധാനമന്ത്രി നേരിട്ടാണ് ഈ വേതന വർധന പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത് എഴുതി നൽകിയ ഒരു ഉത്തരമായിട്ടാണ് വന്നത്. ആ ഉത്തരത്തിൽ 4 മാർച്ച് മുതൽ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആ ഉത്തരം പറയുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 6 മാസം ആകാൻ പോവുകയാണ് ഈ മാസം. അപ്പോൾ ഈ 6 മാസമായിട്ട് ഇന്ത്യയിലെ ഒരു ആശാ വർക്കർക്ക് പോലും ആ വർദ്ധിപ്പിച്ച വേതനം ലഭ്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫെഡറേഷൻ അതിനൊരു വ്യക്തത വരുത്തണം എന്നാവശ്യപ്പെട്ടു, ഈ വർദ്ധിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വർധന അത് മാർച്ച് മാസം മുതലുള്ള പ്രാബല്യത്തോടു കൂടിയിട്ട് നടപ്പാക്കേണ്ടതാണ് എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ ഏറ്റവും അടിയന്തരമായി തുച്ഛമായിട്ടെങ്കിലുമുള്ള ഒരു വേതന വർധനവിൻ്റെ കാര്യമാണ്. എന്നാൽ ഇതിൻ്റെ ഈ വിഷയത്തിലേക്ക് നമ്മൾ ചർച്ചയും സമരങ്ങളും കേന്ദ്രീകരിക്കാൻ വേണ്ടി ഫെഡറേഷൻ തീരുമാനിച്ചിട്ടില്ല. നേരെ മറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള നാഷണൽ ഹെൽത്ത് മിഷനും പൊതുജനാരോഗ്യ മേഖലയെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ നയങ്ങൾ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ സമര പ്രക്ഷോഭമാണ് ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, കേരളത്തിലടക്കം ഈ സമരം നടന്നപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യമാണ് എന്തുകൊണ്ട് കേരള സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ ഈ വേതനം വർദ്ധിപ്പിച്ച് നൽകുന്നില്ല എന്ന്.
ഇത്തവണ എഴുതി നൽകിയ ഉത്തരത്തിലടക്കം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആ ഉത്തരത്തിലടക്കം പറയുന്നത് ഈ വേതന വ്യവസ്ഥകൾ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന്. ആ പ്രസ്താവന തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ വ്യവസ്ഥകളും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു പദ്ധതി, ഒരു കാര്യം മാത്രം, ജനങ്ങൾ ആവശ്യപ്പെടുന്ന സൗകര്യങ്ങൾ ഉപലബ്ധമാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ തൊഴിലാളികൾക്കുള്ള വേതന വ്യവസ്ഥ മുഴുവനും സംസ്ഥാന സർക്കാരുകളുടെ തലയിലേക്ക് എങ്ങനെയാണ് ഇടുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നാഷണൽ ഹെൽത്ത് മിഷനിലടക്കമുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരുകളുടെ പ്രയോറിറ്റികൾക്കനുസരിച്ചിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ഉദാഹരണത്തിന് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മുടെ നിരന്തരമായിട്ടുള്ള പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തതുകൊണ്ടും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളതുകൊണ്ട് ജനന നിരക്ക് വളരെ കുറവാണ്. ജനനനിരക്ക് വളരെ കുറവായതിനാൽ തന്നെ ഇവിടെ അത് ഒരു പ്രയോറിറ്റി അല്ല. അതേസമയം യു പി പോലുള്ള, ബീഹാർ, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ജനനനിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രയോറിറ്റിയാണ്. അപ്പോൾ അതിനു വേണ്ടി കൂടുതൽ തുക വിനിയോഗിക്കുകയും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായി വരും. ഇപ്പം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഡിസൈനിൽ തന്നെ ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതിയെ കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അതിൻ്റെ പ്രാഥമികത നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പണം, അതിനുവേണ്ടി വകയിരുക്കുന്ന പണം എന്തുകൊണ്ട് കേരളത്തിലെ പോലുള്ള ഒരു സംസ്ഥാനങ്ങളിൽ ഇവിടുത്തെ ഇപ്പോൾ പകർച്ചവ്യാധികൾ പലതരത്തിലുള്ളത് വരുന്നുണ്ട്, അങ്ങനെ ഇവിടുത്തെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള പരിപാടികൾ ഡിസൈൻ ചെയ്യാനും അതിനുവേണ്ടി പണം ചെലവഴിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർക്ക് ആ ഇൻസെൻറ്റീവുകൾ വർദ്ധിപ്പിച്ച് നൽകുവാനുമുള്ള ഫ്ലെക്സിബിലിറ്റി പോലും അതിലില്ല. ഇതില്ലാതെയാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഓരോരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ സ്ഥിതി വ്യത്യസ്തമാണ്. അതിനുള്ള യാതൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. അതേസമയം വലിയ പ്രക്ഷോഭങ്ങൾ ഉടരുകയും തൊഴിലാളികൾ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അതെല്ലാം സംസ്ഥാനങ്ങൾക്ക് തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഡിസൈനിനെയും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മയും ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ആശാവർക്ക് നാട്ടിലെ പൊതുജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടാൽ അതിനുവേണ്ടി പ്രവൃത്തിയെടുത്തിട്ടുള്ള ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാരടക്കമുള്ള ആ സ്കീമിൽ അല്ലെങ്കിൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പണമല്ലേ നൽകേണ്ടത്? അതിനു പകരം നാട്ടിലുള്ള ആളുകളുടെ ആരോഗ്യം മെച്ചപ്പെട്ടാൽ ആശ പട്ടിണി കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. നാട്ടിൽ പകർച്ചവ്യാധി വരികയാണെങ്കിൽ ആശയ്ക്ക് പൈസ കൂടുതൽ കിട്ടും. എത്രയാണ് കേസ് റിപ്പോർട്ട്, ഇൻസെൻറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ ചോദ്യം ചെയ്യുന്ന നാഷണൽ ഹെൽത്ത് മിഷനും ആശയുടെ സേവന വേതന വ്യവസ്ഥകളുടെയും അടിസ്ഥാനപരമായ ക്രൈറ്റീരിയ, അതിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റാത്തിടത്തോളം കാലം ആശാ വർക്കർമാരുടെ യാതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി മാസിക വേതനം തീരുമാനിക്കുക, അത് തന്നെ ഈ നാട്ടിലുള്ള നിയമങ്ങൾക്കനുസരണമായി ഈ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് 2013 നടത്തിയ ശുപാർശയാണ്. അന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള, മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. തൊഴിലാളി സംഘടനകളുടെ പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ട് എല്ലാ തൊഴിലാളി സംഘടനകളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയും മറ്റ് എല്ലാ ഈ ത്രികക്ഷി മീറ്റിങ്ങിൽ സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകളും എല്ലാം അംഗീകരിച്ചിട്ടുള്ള ശുപാർശയാണ് മിനിമം കൂലി നടപ്പാക്കുക, അതുപോലെ തന്നെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അതിനുശേഷം 1 വർഷത്തോളം അധികാരത്തിലിരുന്ന കോൺഗ്രസ് അത് നടപ്പാക്കിയിട്ടില്ല. അതിനുശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള NDA ഗവൺമെൻറ്റുകൾ അത് നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യം ഈ ഇന്ത്യൻ ലേബർ കോൺഫറൻസിലെ ശുപാർശകൾ നടപ്പാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ അടക്കമുള്ള ഇതെല്ലാം സ്കീമുകളാണ്. ആ പദ്ധതിയുടെ കാലയളവ് അവസാനിച്ചാൽ അതിന് ബജറ്റ്, നേരത്തെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നപ്പോൾ 5 വർഷത്തേക്കായിരുന്നു ബജറ്റ് പ്രഖ്യാപിക്കുന്നത്. ഇപ്പം വന്നിട്ട് 5 വർഷം എന്നുള്ളത് ചുരുക്കിയിട്ട് ഒരു വർഷം പൈസ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ NHMനെ തന്നെ സ്ഥിരം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാക്കി സ്ഥിരം സംവിധാനമാക്കുക എന്നുള്ള അടിസ്ഥാന ആവശ്യവും നമ്മൾ ഉന്നയിക്കുകയാണ്. അതേപോലെ അതിൻ്റെ തുക വിലയിരുത്തുന്നത് സംസ്ഥാനങ്ങൾക്കടക്കം അതിൻ്റേതായ പ്രയോറിറ്റികൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള വകയിരുത്തുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ഇത് നമ്മൾ 2012 മുതൽ 2012 CITU ആണ് ആദ്യമായിട്ട് പദ്ധതി സ്കീം വർക്കേഴ്സ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത്. ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ആരോഗ്യം, വിദ്യാഭ്യാസം, പോഷകാഹാരം
ഈ 3 കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകൾ പരാജയപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. ആ പദ്ധതികളെ തന്നെ അതിന് ആവശ്യമായ ബജറ്റ് നൽകുക, അതിനെ സ്ഥിരം സംവിധാനമാക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ അതിൽ തൊഴിലെടുക്കുന്ന ഏതാണ്ട് 75 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ ഈ 3 സ്കീമുകളിലായിട്ട്, അംഗൻവാടി, ആശ, സ്കൂൾ പാചക തൊഴിലാളികൾ, നാഷണൽ ഹെൽത്ത് മിഷനും ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസും, അതുപോലെ തന്നെ ഉച്ചഭക്ഷണ പദ്ധതിയും, മിഡ് ഡേ മീൽ സ്കീം, ഈ പദ്ധതികളിലായി വരുന്ന ഈ സ്കീം വർക്കേഴ്സിൻ്റെ നേതൃത്വത്തിലായി നമ്മൾ സ്കീം വർക്കേഴ്സിൻ്റെ ആവശ്യം ഉന്നയിച്ചിട്ടാണ് 2013 ഈ ഇന്ത്യൻ ലേബർ കോൺഫറൻസിൻ്റെ ശുപാർശകൾ വന്നത്. അപ്പോൾ അന്ന് മുതൽ യോജിച്ച സ്കീം വർക്കേഴ്സിൻ്റെ പ്രക്ഷോഭം, അതിനുശേഷം 2017 എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്ന് നടത്തിയ 3 ദിവസത്തെ ഒരു മഹാധർണ ഡൽഹിയിൽ നടത്തിയപ്പോൾ എല്ലാ ട്രേഡ് യൂണിയനുകളിലും പെട്ട സ്കീം വർക്കേഴ്സിനാണ് ഒരു ദിവസം അന്ന് ധർണ, ഏതാണ്ട് 1 ലക്ഷത്തോളം പേര് പങ്കെടുത്തു. അതിനുശേഷവും ആ ഗവൺമെൻറ് അതിനുവേണ്ടി തയ്യാറാകാതിരുന്ന് 2018 CITUവിൻ്റെ നേതൃത്വത്തിൽ കർഷകരും കർഷക തൊഴിലാളിയും ചേർന്നുള്ള ഒരു വലിയ പ്രക്ഷോഭം ഡൽഹിയിൽ നടത്തി. അതിനുശേഷമാണ് 2018 വേതനം വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഇത് പറഞ്ഞു വന്നത്, ഇങ്ങനെ യോജിച്ച സ്കീം വർക്കേഴ്സിൻ്റെ പ്രക്ഷോഭം കൊണ്ട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ ഈ ഗവൺമെൻറ്റുകൾ അവരുടെ നയം തിരുത്തുകയും ഈ വേതന വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടി തയ്യാറാവുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നാളുകളിൽ ഇപ്പോൾ ഉടനടി ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ഈ പ്രഖ്യാപിച്ച പണം വർധന ഉടൻ നടപ്പാക്കുക എന്നുള്ള പ്രക്ഷോഭം, അതോടൊപ്പം തന്നെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രേമ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രക്ഷോഭ പരമ്പര നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ബജറ്റിന് ശേഷം തന്നെ നമ്മൾ ഈ ഡിമാൻഡുകളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വിവിധ MP-മാർക്ക് നിവേദനം കൊടുക്കുന്ന പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ തുടർന്നും നമ്മൾ എല്ലാ MP-മാർക്കും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങൾ കൊടുക്കും. അതിന് ശേഷം ഡിസംബർ മാസത്തിൽ ആദ്യം ഈ അടുത്ത വിൻ്റർ സെഷൻ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൻ്റെ സമയത്ത് ഡിസംബർ 1 മുതൽ 10 വരെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രമന്ത്രിമാരുടെ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 3 മുതൽ 10 ദിവസം വരെ ഉള്ള രാപ്പകൽ സമരം, അതാണ് നമ്മുടെ 3 ഫെഡറേഷനുകളും ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് ആശാവർക്കർമാർ അതിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ അതിൽ പങ്കെടുക്കും. അത് ഓരോരോ സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് തീരുമാനിച്ചതിന് ശേഷം ഇവിടെ ഉള്ള കേന്ദ്ര മന്ത്രി എന്നുള്ള നിലയിലും ആശാവർക്കർമാരുടെ കാര്യത്തിൽ വളരെ ആവേശത്തോടു കൂടിയിട്ട് സംസാരിക്കുകയും നമ്മുടെ ആളിപ്പോൾ എല്ലാം വാങ്ങി തരിക എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്രമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ തൃശ്ശൂർ അവിടെ വൻപിച്ച ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 50,000 പേരെങ്കിലും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമായിരിക്കും കേരളത്തിൽ നടക്കുക. അതുപോലെ തന്നെ UP-യിൽ വാരണാസി അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിലെ കേന്ദ്രമന്ത്രിമാരുടെ നിയോജക മണ്ഡലങ്ങളിൽ അവിടെ അവരുടെ മൊബിലൈസേഷൻ സംസ്ഥാനം ഒട്ടാകെ വരും എന്നുള്ളത് മാത്രമല്ല, ആ നിയോജക മണ്ഡലങ്ങളിലുള്ള എല്ലാവരുടെയും വീടാന്തരം കയറി ഇറങ്ങി ഇത് ജനങ്ങളുടേതായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിമാൻഡ് കൂടിയാണ് ഇതിലുള്ളത്. ഈ സ്കീമുകളെ ശക്തിപ്പെടുത്തുക, അത് അടിസ്ഥാന അവകാശങ്ങളായിട്ട് അംഗീകരിക്കുക എന്നുള്ളതും കൂടി ചേർന്നുകൊണ്ട് അങ്ങനെയുള്ളൊരു വൻപിച്ച ബഹുജന പ്രക്ഷോഭമാണ് ഇനി വരുന്ന ആളുകളിൽ ഈ ഫെഡറേഷനുകൾ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ഈ സമര പ്രഖ്യാപന സംഗമം നടന്നത് ഇന്നലെയാണ്. ആശാ വർക്കർമാരെല്ലാ നാട്ടിലും എല്ലാ സംഘടനകളിലും പെട്ട ആശാ വർക്കർമാർ സമരത്തിലാണ്. അവരവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ, ഇന്ത്യയിൽ തന്നെ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളുണ്ട്, അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആശാ വർക്കർമാരുടെ യൂണിയനുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ ഏതാണ്ട് 4, 5, 6 സംഘടനകളുണ്ട്. അവരെല്ലാവരും സമരത്തിലാണ്. അത് ചില സമരങ്ങൾ അവർ സ്വതന്ത്രമായി നടത്തും, ചില സമരങ്ങൾ ഞങ്ങൾ യോജിച്ച് നടത്തും. ജൂലൈ 9 പണിമുടക്ക് എല്ലാ കേന്ദ്രീയ സംഘടനകളും കേരളത്തിലാണ് ഏതാണ്ട് 23 ട്രേഡ് യൂണിയനുകൾ ആ മുന്നണിയിലുണ്ട്. ആ മുന്നണിയിലുള്ള എല്ലാ സംഘടനകളും ചേർന്നാണ്, പിന്നെ അത് പ്രഖ്യാപിക്കാത്ത തന്നെയുള്ളവരും ചേർന്ന് നടത്തും. എല്ലാ സംഘടനകളും അവരുടേതായ സമരങ്ങൾ നടത്താറുണ്ട്. അവർക്കെല്ലാം അതിനുള്ള സമരം എന്തോ കോൺഗ്രസും BJP-യും ഭരിക്കുന്ന ഒരിടത്തും പൈസ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്തോ
20,000 രൂപ എന്നുള്ള കണക്ക് എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല. CI2വിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഡിമാൻഡ് 26,000 രൂപയാണ്. അത് കേന്ദ്ര മന്ത്രാലയം മിനിമം കൂലിയാണത് 26,000 എന്നുള്ള മിനിമം കൂലിയാണ് ഞങ്ങളുടെ ആവശ്യം. അതെന്തുകൊണ്ടാണെന്നാൽ ഒരു മനുഷ്യന് അന്തസ്സോടെ ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരമുള്ള കൂലിയാണ് 26,000. ആ 26,000 ഞങ്ങളുടെ ആവശ്യം. അത് 21,000-ൻ്റെ കണക്ക് നമുക്കറിയില്ല. തമിഴ്നാട്ടിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് താങ്കൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ കൊടുക്കുന്നത് എന്താണെന്ന് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേന്ദ്രത്തെ മാത്രം കുറ്റം പറഞ്ഞതായിട്ടല്ല, കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സ്കീം, ആ സ്കീമിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആരെയൊക്കെ കുറ്റം പറയണോ അവരെ ഇപ്പോൾ കേരളത്തിൽ കോഴിക്കോട് നടത്തിയൊരു സമരം, ആ കോഴിക്കോട് നടത്തിയ സമരം അവിടുത്തെ ഡയറക്ടറെ, അതിൻ്റെ ഉദ്യോഗസ്ഥനെ രാപ്പകൽ തടഞ്ഞു വെച്ചിട്ടാണ് പൈസ വിട്ടുകൊടുപ്പിച്ചത്. അങ്ങനെ സമരം ചെയ്യേണ്ട എല്ലാവരുടെയും മുമ്പിൽ സമരം ചെയ്യും. ഒറ്റ കാര്യം, NHMൻ്റെ നേതൃത്വത്തിൽ NHMൻ്റെ കീഴിലാണ് ആശാ വർക്കർമാരെ നിയമിച്ചത്. NHM എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ സ്കീമാണ്. കേന്ദ്രത്തിൻ്റെ സ്കീമായ NHMലെ പ്രവർത്തകരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു നിലപാടാണ്. എന്നാൽ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ തയ്യാറാകാത്തത് മാത്രമല്ല, നിലവിലുള്ള ആനുകൂല്യം പോലും കൃത്യമായി കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണവും കൂടി ഞാൻ പറയാം. ഇപ്പം ഇവിടെ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ നില്ലാണ്, ഹോണററി ആയിട്ട് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഈ കേരളത്തിലെ ആശാ വർക്കർമാർക്ക് നിലനിൽക്കാൻ ആവശ്യമായ ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നത്. അത് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. 13,000 രൂപ ലഭിക്കുന്ന ഒരാശയ്ക്ക് 3,200 രൂപ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ വിഹിതമായി വരുന്നത്. 9,800 രൂപയും നൽകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അത് ഞാൻ വേണേൽ വിശദീകരിച്ച് തരാം. കാരണം 7,000 രൂപ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഹോണറേറിയമായി കൊടുക്കുന്നു. 3,000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവിൽ 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൊടുക്കുന്നു. നിശ്ചിത ഇൻസെൻറ്റീവ്, പ്രവർത്തിക്ക് അനുസരിച്ചുള്ള ഒരു ഇൻസെൻറ്റീവ് ഉണ്ട്. അത് ലഭിക്കുന്ന മുറയ്ക്ക് 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റും 60% കേന്ദ്ര ഗവൺമെൻറ്റും കൊടുക്കുന്നു. ഇങ്ങനെ 13,000 രൂപ ലഭിക്കുന്ന ഹോണറേറിയവും ഇൻസെൻറ്റീവും കൂടി 13,000 രൂപ ലഭിക്കുന്ന ഒരാശയ്ക്ക് 9,800 രൂപയും കൊടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്. അത് മറ്റൊരു സ്റ്റേറ്റിലും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്റ്റേറ്റിലും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല.